ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രൊഫറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് എനർജിയിലാണ് ഉള്ളതെന്നും എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോട്ടോ. നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയൂ. 1-ാം തീയതിയാണല്ലേ, അപ്പോൾ നല്ലൊരു മാസമായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയണം. ഇന്നത്തെ ദിവസത്തിന് നന്ദി പറയണം. ഓക്കെ, നോക്കാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ: ഹൈ പ്രീസ്റ്റസ്, നൈറ്റ് ഓഫ് സോർഡ്സ്, 4 ഓഫ് കപ്സ്, വേൾഡ്, 10 ഓഫ് വാൻഡ്സ്, 9 ഓഫ് പെന്റക്കിൾസ്, 2 ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ് ആൻഡ് മജീഷ്യൻ ആണ് ബോട്ടം. ഇവിടെ സ്പിരിച്വലി നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ വരുന്നു. നിങ്ങൾ പുതിയ അറിവ് സ്വീകരിക്കാൻ തയ്യാറാവുന്നു. നിങ്ങൾ ചിലപ്പോൾ ടാരോ ഒക്കെ പഠിക്കാനോ ഒക്കെ പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ ടാരോ ഒരു ചാനൽ നിങ്ങൾ തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് റീഡിങ്സ് ഒക്കെ എടുത്തു കൊടുക്കുന്നതോ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ടാരോ തന്നെ ആയിരിക്കണം എന്നില്ല, സ്പിരിച്വാലിറ്റിയുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ വരുന്നു. നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ആകാൻ പറ്റുന്ന സമയമാണ്. എന്തായാലും നിഗൂഢ ശാസ്ത്രത്തിൽ നിങ്ങൾക്കൊരു അതിൽ അറിവ് വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ആകാൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾ ഹൈലി ഇൻഡ്യൂറ്റീവ് ആവുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്നവരുടെ ഗട്ട് ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ്. നിങ്ങൾ സ്പിരിച്വാലിറ്റി തന്നെ ചിലപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ട് അതിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഇത്രയും നാളും ചെയ്തതായിരിക്കില്ല, മറ്റൊരു രീതിയിൽ കാര്യങ്ങളെ കാണാനും അവതരിപ്പിക്കാനും ഒക്കെ തുടങ്ങുന്നു എന്നുള്ളതാണ്. എന്തായാലും സ്പിരിച്വലി നിങ്ങൾക്ക് അറിവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ സ്പിരിച്വലി നിങ്ങൾ ഡിവൈൻ ഫെമിനൈൻ ആയിട്ടുള്ള ഒരു ലേഡിയുമായിട്ട് ഇന്നത്തെ ദിവസം സംസാരിക്കാനോ, അതിലൂടെ എന്തെങ്കിലും ഒരു സീക്രട്ട് നിങ്ങൾ അറിയാനോ, നിങ്ങളുടെ പർപ്പസ് എന്താണെന്നുള്ളതോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാനോ ഒക്കെയുള്ളൊരു സാധ്യതയാണ്. സംശയങ്ങൾക്കൊക്കെ ക്ലാരിറ്റി കിട്ടാനുള്ളൊരു സമയമാണ് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതോ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്നതോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു സമയമാണ്. അമ്മയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഹൈ പ്രീസ്റ്റസിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം. നൈറ്റ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു കാർമിക് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അത് തീരെ പാഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണ്, വളരെ പെട്ടെന്ന് വന്നിട്ട് പോകുന്ന ഒരു എനർജിയാണ് എന്നുള്ളതാണ്. അതുപോലെ ഈ വ്യക്തി സ്വന്തം വിജയത്തിന് വേണ്ടിയിട്ട് വരുന്നൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അതായത് എനിക്ക് എന്ത് ചെയ്താലും വിജയിക്കണം എന്നുള്ള രീതിയിൽ വരുന്നൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ചിലർക്ക് ഇത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതുമായിരിക്കാം, എന്ത് വില കൊടുത്താലും വേണ്ടില്ല എനിക്ക് വിജയിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഫാസ്റ്റായിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോകാനൊക്കെ തുനിയുന്ന ഒരു എനർജിയാണ്. അവിടെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണോ, അല്ലെങ്കിൽ ഇതൊരു കർമ്മ വരുത്തുന്ന ഒരു എനർജിയാണോ. എന്ത് വില കൊടുത്തും ഞാൻ ജയിക്കുമെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചിലർ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റു ചിലർക്ക് ഇത് വേറൊരു വ്യക്തിയിൽ നിന്നായിരിക്കാം ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടാവുക, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി ഉണ്ടാവും. ആ ഒരു നിങ്ങളുടെ എനർജി ഈ കണ്ട് ആകൃഷ്ടരായിട്ട് വരുന്ന വ്യക്തിയുമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിയുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇതെന്നുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കുക, ആ ഒരു വ്യക്തിയുടെ നല്ലൊരു ഉദ്ദേശമല്ല എന്നുള്ളതാണ്. തീരെ പാഷനറ്റ് അല്ലാത്ത ഒരു വ്യക്തിയാണ്. ചില റിലേഷൻഷിപ്പ്, ഇതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനോട് താല്പര്യത്തോടുകൂടി വരുന്ന ഒരു വ്യക്തിയാണ്, തീരെ പാഷനറ്റ് അല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്.
ചിലർക്ക് ഇതിവിടെ കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വിഷമം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാറ്റ് കൂടുതൽ അതിശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടാവാൻ, അതിലൂടെ നിങ്ങൾക്കൊരു വിഷമം അനുഭവിക്കാനോ ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലർക്ക് ശ്വാസതടസ്സം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലർ ഞാൻ നേരത്തെ പറഞ്ഞു സ്വന്തം വിജയത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റായിട്ട് ഒരു തീരുമാനം എടുത്ത് പോവുക. ചിലർ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവുക, കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളൊരു ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഒരു ടെൻഷൻ പോലെയും ഒറ്റപ്പെട്ട പോലെയും സങ്കടം പോലെയും ഒക്കെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളും കൂടുതലും ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോയതുകൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ കേൾക്കാനും ഒക്കെ നിന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ചിലർക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ചിലർക്ക് ഇവിടെ ഒരു പണം നഷ്ടപ്പെട്ടത് കൊണ്ട് നിങ്ങളിങ്ങനെ ഒരു വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആ വ്യക്തി ആലോചിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഈ നഷ്ടപ്പെട്ടുള്ള പണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂല്യമുള്ള കാര്യമോ നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള ഒരു വിഷമം കൊണ്ടായിരിക്കാം നിങ്ങൾ ഇന്ന് എഴുന്നേറ്റിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടെങ്കിലും എന്തൊക്കെ സന്തോഷങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ചുറ്റിലും ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലേക്കൊന്നും ഫോക്കസ്ഡ് ആവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നഷ്ടത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് കൊണ്ടുതരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമോഷണലി ബാലൻസ്ഡ് ആവുക. നിങ്ങൾ നിങ്ങളുടെ എനർജിയിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക നന്നായിട്ട്. നിങ്ങൾക്ക് തന്നെ ഇന്ന് ഇൻറ്റ്യൂഷൻ ലഭിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരോ വരും എന്നുള്ളതാണ്. നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. യൂണിവേഴ്സായിട്ട് അവിടെ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് കേട്ടോ ഇവിടെ പറയാനുള്ളത്. അതുപോലെ നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ മനസ്സിലാക്കുക. അടുത്തത് ഒരു കംപ്ലീഷനാണ് നിങ്ങൾക്ക് വരുന്നത്. വേൾഡാണ്. അപ്പോൾ ഒരു കംപ്ലീഷൻ, നിങ്ങൾക്ക് ഒരു സൈക്കിളിൻ്റെ ഒരു എൻഡ്, ഒരു കംപ്ലീഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. കംപ്ലീഷൻ വന്ന് ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു സൈക്കിളിൻ്റെ എൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റിൽ ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്, നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നവരുണ്ട്, ഗോസിപ്പ് പറയുന്നവരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങളിപ്പോൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നു, നിങ്ങളുടെ സെൽഫിനെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളൊരു ഡാൻസിങ് ഗേളിനെ പോലെ നടക്കുന്നു. ഡാൻസിങ് ഗേളും ബോയ് എന്തായിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ എനർജിയിൽ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ചിലർക്ക് ഇവിടെ ഒരു യാത്രയാണ് വരുന്നത്, പുതിയ തുടക്കങ്ങളാണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു സ്റ്റാർട്ടാണ് ഇവിടെ കാണുന്നത്. സെലിബ്രേഷൻ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾ ഒരുപാട് നാളായിട്ട് പോകാൻ കൊതിച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് ഇത് കടൽ കടന്നിട്ടുള്ള ഒരു യാത്രയാണ്. കടൽ കടന്ന് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം. നിങ്ങൾ സെപ്പറേഷനായി പോയ വ്യക്തികൾ അവിടെ എൻഡായി, ആ ഒരു റിലേഷൻഷിപ്പ് എൻഡായി എന്നുള്ള സ്ഥലത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ ഇന്ന് കേൾക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു ആഘോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ അണിയിച്ചൊരുക്കൊണ്ട് പോകാൻ വേണ്ടി സാധിക്കുക. ഇവിടെ പുതിയ തുടക്കമാണ് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതാണ് വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് 10 ഓഫ് വാൺസ് ആണ്. 10 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെയും എൻഡായി പോകുന്നു എന്നുള്ളതാണ്. ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്ത് നിങ്ങളിങ്ങനെ മടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പോകരുത്, മുന്നോട്ടേക്ക് തന്നെ പോവുക. നിങ്ങൾക്ക് പുതിയ തുടക്കമാണ് ഇന്ന് വരുന്നത് എന്നുള്ളതാണ്. ആ ഒരു സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ പാഷനുമായിട്ട് ഇനി കണക്ട് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ അങ്ങനെയായിരിക്കും വിചാരിച്ചിട്ട് വരുന്നുണ്ടാവുക. അതായത് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇങ്ങനെ ചെയ്യാനുണ്ട്, അങ്ങനെ ചെയ്യാനുണ്ട് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ധരിക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെ നിങ്ങൾക്ക് ആ ഒരു ഭാരമൊക്കെ ഇറക്കി വെക്കാൻ സാധിക്കുന്നു. പുതിയ തുടക്കങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ,
ചിലപ്പോൾ നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം. ഓക്കെ, 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. ഫിനാൻഷ്യലി ആയാലും നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിക്കുന്നു, നിങ്ങളുടെ കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കെതിരായി നിന്നവർ പോലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇന്നത്തെ ദിവസം സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കാനും ഒക്കെ സാധിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെയധികം ധൈര്യത്തോടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. ധൈര്യം, നിങ്ങളുടെ എനർജി അതിലൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് മറ്റുള്ളവർ അസൂയപ്പെടും വിധം നിങ്ങൾക്ക് നിങ്ങളെ പ്രസൻറ്റബിൾ ആക്കാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ ചിലരൊക്കെ സെൽഫ് ലവ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പുതിയ രീതിയിൽ നിങ്ങളുടെ ഔട്ട്ലുക്കിൽ തന്നെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. നിങ്ങൾ ചിലപ്പോൾ ഹെയർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുക. കോസ്റ്റ്യൂംസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യാൻ തുടങ്ങുന്നു എന്നതാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. ഫ്രൂട്ട് ഓഫ് ദി ലേബർ ആണ്. നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിനുള്ള റിസൾട്ട്, റിവാർഡ് ലഭിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അതിപ്പോൾ പണത്തിലായാലും എന്തിലായാലും പ്രശസ്തിയിലായാലും നിങ്ങൾക്ക് ആ ഒരു എനർജി വരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണിപ്പോൾ, പക്ഷേ അത് നിങ്ങളിലേക്ക് ലഭിക്കാനുള്ള സമയമായി എന്നുള്ളതാണ്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വിഷമിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചിലരുടെ കേസിൽ കാണുന്നത്. ചിലർക്ക് ഇതൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരു പ്രപ്പോസൽ കിട്ടുന്നു. അതൊരു ചിലപ്പോൾ ഒരു കല്യാണം ശരിയാവുന്നതായിരിക്കും, ഒരു എൻഗേജ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു പാർട്ട്ണറെ ജോലിക്കായിട്ടായിരിക്കും, ജോലി സംബന്ധമായിട്ടായിരിക്കും ഒരു പാർട്ട്ണറെ കിട്ടുക എന്നുള്ളതാണ്. ചിലരുടെ ലൈഫിലേക്ക് ഇതൊരു ബാലൻസ് കൊണ്ടുവരുന്ന സമയമാണ്. സ്പിരിച്വലി ഒക്കെ കണക്റ്റായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് വരുന്നൊരു സമയമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂടുതൽ പേർക്കും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രപ്പോസൽ ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. പുതിയ തുടക്കങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. യൂണിവേഴ്സായിട്ട് ഇന്ന് പുതിയ രീതിയിൽ ഒരു തുടക്കം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് ആയിരിക്കാം, ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറിയിട്ട് പുതിയൊരു തുടക്കമായിരിക്കാം. എന്തായാലും ലൈഫിൽ പുതിയ തുടക്കങ്ങളുടെ സമയമാണ് എന്നുള്ളതാണ്. മജീഷ്യനാണ്, വീണ്ടും തുടക്കങ്ങളുടെ കാർഡ് തന്നെയാണ്. ഓവറോൾ ഇന്നൊരു പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കരിയറിലോ നിങ്ങളുടെ പാഷനിലോ ഫിനാൻഷ്യലിയോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ആശയപരമായിട്ടോ നിങ്ങൾക്ക് പുതിയ പുതിയ ചിന്തകൾ വരിക, അതുപോലെ പുതിയ രീതിയിൽ കാര്യങ്ങളെ കണ്ട് അതിന് മനസ്സിലാക്കി പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സക്സസ് ആണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത്. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ പൂർവികർ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചോസൺ ആയിട്ടുള്ള വ്യക്തികളായത്, നിങ്ങളെ യൂണിവേഴ്സ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്നുള്ള അനുഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളുടെ പാഷനെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അനന്തമായിട്ട് ഉള്ള സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നുണ്ടാവും. അവിടെ നിങ്ങൾ ആലോചിക്കുക, അതൊന്നല്ല നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അതിലും വലിയ 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 കാര്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എനർജി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ക്രിയേറ്ററുടെ എനർജിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഇന്ന് സംഭവിക്കും. നിങ്ങൾക്ക് അതിനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടിരിക്കണം, നിങ്ങളതിനെ വിശ്വസിക്കണം, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത്. നിങ്ങൾ ക്ലെൻസ്ഡ് ആവണം എന്നുള്ളതാണ്. നന്നായി എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യണം, പോസിറ്റീവായിട്ടിരിക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത് എന്നുള്ളതാണ്. എന്തായാലും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. ചിലരിവിടെ അമ്പലത്തിൽ പോകാനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ ഒക്കെയുള്ളൊരു സാധ്യതയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആരാധനാലയങ്ങളിൽ പോകാനും ഒക്കെയുള്ള ഒരു സാധ്യത. ഓക്കെ, അപ്പോൾ അതുപോലെ ചിലർക്കിവിടെ അബണ്ടൻസ് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നല്ല തുടക്കമാണ്. അത് പണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ആരോഗ്യത്തിലായിക്കോട്ടെ, എല്ലാത്തിലും നല്ലൊരു തുടക്കമാണ്. ഇത് ഡെപ്പോസിറ്റൊക്കെ തുടങ്ങുന്നതുമായിരിക്കാം.
നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം പുതിയൊരു തുടക്കം. ചിലർക്ക് ഇവിടെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ഷനുള്ള രീതിയിലൊരു ഗുരുവിനെ കിട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഒരു മെൻറ്ററെ നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു മെൻറ്ററായിട്ട് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുമായിരിക്കാം. നോക്കാം എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം കേട്ടോ. റിമെയിൻ പോസിറ്റീവ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇന്ന് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കൂ, മാനിഫെസ്റ്റേഷൻ വർക്കാവൂ എന്നുള്ളതാട്ടോ. വാവ്, നോക്കൂ, സക്സസ് ആണ്. യെസ്, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് കാർഡിൽ സക്സസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതിലും സക്സസ് നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ സെലിബ്രേഷൻ സക്സസ്സും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കണം, എങ്കിൽ നിങ്ങൾക്കത് തരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിന് ഇപ്പം തന്നെ നന്ദി പറയുക, കമൻറ്റ് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് നന്ദി പറയുക. ഓക്കെ, ഐ അട്രാക്ട് സക്സസ് എന്നുള്ളത് പറയുക. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, നിങ്ങൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വ്യക്തമായിട്ട് കേൾക്കുക ആദ്യം, എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക സംസാരിക്കുമ്പോൾ. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. യെസ്, നിങ്ങളെ സഹായിക്കാനായിട്ട് വ്യക്തികളുണ്ട്. അപ്പോൾ സഹായം വേണമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ചോദിക്കണം. ഏഞ്ചൽസായിട്ട് അവിടെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട, ചോദിക്കണം എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ. യെസ്, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ അവസരങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്വീകരിക്കാൻ തയ്യാറാവുക, യൂണിവേഴ്സിന് നന്ദി പറയുക, ക്ലെയിം ചെയ്യുക എനർജി. ഐ അട്രാക്ട് ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഈ അവസരങ്ങൾ എന്നിലേക്ക് എത്തിച്ചതിന് യൂണിവേഴ്സിന് നന്ദി എന്നുള്ളത് പറയാട്ടോ. എന്നിലേക്ക് അവസരങ്ങൾ എത്തിച്ചതിന് യൂണിവേഴ്സിന് നന്ദി. ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. യെസ്, ഫ്ലേട്ടാണ്. ഒരു ഫ്ലേട്ടിങ് എനർജിയോട് വേണ്ടി തന്നെയാണ് ഇവിടെ വരുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫ്ലേട്ടി ടൈപ്പ് ആയിട്ടുള്ള ഒരു എനർജി, ഒരു പാഷനേറ്റ് അല്ലാത്തൊരു എനർജി നിങ്ങളിലേക്ക്, ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കേട്ടോ. യു ഡിസേർവ് ലവ്. യെസ്, യു ആർ ലവബിൾ. അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. റിലീസ് യുവർ എക്സ്. ചിലരോട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ എനർജി ക്ലിയർ ചെയ്യേണ്ട സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട എന്ന് തോന്നുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ വിട്ട് കളയുക എന്നുള്ളതാണ്. റിലീസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ എനർജി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നോക്കാം, ഒരു കാർഡ് കൂടെ നോക്കാം. ന്യൂ ലവ്. യെസ്, ഒരു പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ന്യൂ ലവ് ആണ് കേട്ടോ. കപ്പ് ഓഫ് ലവ് ഓഫറുമായിട്ടൊരു വ്യക്തി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീകൺസിലേഷൻ. പാസ്റ്റ് എന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതും കൂടെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക, ആലോചിക്കുക. നിങ്ങൾക്ക് എത്രമാത്രം പാഷനേറ്റ് ആണ് വ്യക്തി എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രം തീരുമാനിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നോ പറയേണ്ടടുത്താണ് നോ പറയണം. ഇനി എസ് ആണ് എന്നുള്ളതാണെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ വഴക്കിനൊന്നും നിൽക്കാതിരിക്കുക, പിന്നെ പോസിറ്റീവായിട്ട് ഇരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഫെതേഴ്സ് കാണുന്നുണ്ടാവും, റെയിൻബോ കാണാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ചില തരത്തിലാട്ടോ, ഇനി അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയരുത്. ചിലർക്ക് ദേജാവ് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് യെല്ലോ ബട്ടർഫ്ലൈസിനെ കാണുക, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കുള്ള പോസിറ്റീവ് സൈൻസ് ആണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.